സാമ്പത്തിക രംഗത്ത് കേരളത്തിന് നൽകേണ്ട വിഹിതം പെട്ടെന്ന് നിർത്തലാക്കി കേന്ദ്രം സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കേന്ദ്രം സംസ്ഥാനത്തോട് നീതി കാട്ടണമെന്നും മന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിലൂടെയും ഓൺലൈനായി ലഭിച്ച അപേക്ഷകളിൽ നിന്ന് അർഹരായവർക്കുള്ള ആദ്യഘട്ട മുൻഗണനാ റേഷൻ കാർഡുകളുടെ ആലപ്പുഴ ജില്ലാതല വിതരണം പുലിയൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നവകേരള സൃഷ്ടി എന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും സാമൂഹികവും സാമ്പത്തികവുമായ ഉയർച്ചയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. നിയമാനുസൃതമായ രേഖകളുണ്ടെങ്കിൽ അർഹരായവർക്ക് ആനുകൂല്യം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനം സാമ്പത്തികമായ രംഗത്ത് വല്ലാത്ത തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കും. കേന്ദ്ര വിരുദ്ധ സമരമൊന്നുമല്ല, കേന്ദ്രം നീതി കാണിക്കണം സ്റ്റേറ്റിനോട്. കാരണം തന്നുകൊണ്ടിരുന്ന പണം പെട്ടെന്ന് നിർത്തലാക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് ഇതിനകത്ത് ഒന്നും വെട്ടിക്കുറയ്ക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കണം. ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുക, നാളെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും 1 രൂപ കുറയ്ക്കാൻ പറ്റുമോ? ഇവിടെ സമരം ചെയ്തില്ലേ ഇന്നലെ കുറേ ഉദ്യോഗസ്ഥന്മാർ? എന്തിനാണ് സമരം ചെയ്തവർക്ക് എന്ത് മനസ്സിലായിട്ടാണ് സമരം ചെയ്ത്? തരാനുള്ളതൊന്നും ഞങ്ങൾ അതിനൊരു എതിരല്ല. അവർക്ക് എല്ലാ പരിഗണനയും കൊടുക്കണം. കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചൊരു ഗവൺമെൻറ്റാണ്. 1ാം പിണറായി ഗവൺമെൻറ്റാണ് ഈ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ ഗവൺമെൻറ്. അന്ന് മേടിച്ച പൈസ ഇന്ന് മേടിക്കുന്ന പൈസയും തമ്മിലൊന്നും വ്യത്യാസം തോന്നും. സമരത്തിന് വേണ്ടി സമരം നമുക്ക് ചെയ്യാം, പക്ഷേ നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ ഭരിക്കുന്നവർ മാത്രം അറിഞ്ഞാൽ പോരാ, ജനങ്ങളാകെ അറിയണം. അത് അറിയിക്കാൻ വേണ്ടിയാണ് നവകേരള സദസ്സ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. വലിയ വിജയമായിരുന്നു. അതിൻ്റെ ഭാഗമായി വന്ന പരാതികൾ ഒരു പരാതിയും പാതി വഴി ഉപേക്ഷിക്കില്ല. അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കും. ആദ്യഘട്ടത്തിൽ 248 മുൻഗണനാ റേഷൻ കാർഡുകളാണ് വിതരണം ചെയ്തത്. പുലിയൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MG ശ്രീകുമാർ, TV രത്നകുമാരി, N പത്മാകരൻ, TC സുനിമോൾ, ജെയിൻ ജിനു, താലൂക്ക് സപ്ലൈ ഓഫീസർ സൂസൻ ചാക്കോ, റേഷനിംഗ് ഇൻസ്പെക്ടർ B ശിവശൈല തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചെങ്ങന്നൂർ പെരുമയ്ക്ക് മാറ്റുകൂട്ടി കുടിലിൽ ജോർജിന് സ്മാരകമുയർന്നു. മാനവവംശത്തെ ഉത്തേജിപ്പിക്കാനുള്ളതാണ് ചരിത്രബോധമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി P പ്രസാദ്. ചെങ്ങന്നൂരിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ ചരിത്രത്തിന് മാറ്റുകൂട്ടി കുടിലിൽ ജോർജിന് സ്മാരകം ഉയർന്നതോടെ നാടിൻ്റെ ഏറെ നാളത്തെ ആവശ്യമാണ് നിറവേറിയത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക വകുപ്പാണ് സ്മാരകം യാഥാർത്ഥ്യമാക്കിയത്. ഗാന്ധിജി 2 തവണ സന്ദർശിക്കുകയും പെരുങ്കുളം പാടത്തും മിൽസ് മൈതാനത്തും യോഗങ്ങളിൽ സംസാരിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ചെങ്ങന്നൂരിനുള്ള പ്രാധാന്യം മനസ്സിലാക്കാമെന്ന് സ്മാരകം നാടിന് സമർപ്പിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കേരളത്തിലെ പ്രാദേശിക സ്വാതന്ത്ര്യ സമരവീരരെ ഓർമ്മിക്കാൻ സ്മാരകങ്ങൾ പണിയുമെന്നും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. സ്വാതന്ത്ര്യ സമരം തന്നെ വിസ്മൃതിയിലായിക്കൊണ്ടിരിക്കുന്ന വേളയിൽ കുടിലിൽ ജോർജ് വിസ്മൃതിയിലായിക്കൂടാ എന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കൃഷിമന്ത്രി P പ്രസാദ് പറഞ്ഞു. സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ അതൊരു ഔദാര്യമല്ല എന്നും സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ അതൊരു അവകാശമാണ് എന്നും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഒരു പോരാട്ടത്തിൻ്റെ പാതയിലേക്ക് ഒരു ജനതയെല്ലാം ഇറങ്ങിത്തിരിച്ചത്. അതിൽ പങ്കാളിയായവരിൽ മഹാഭൂരിപക്ഷവും ഇന്ന് നമ്മുടെ കൂടെയില്ല. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം വിസ്മൃതിയിലാവേണ്ടുന്ന ഒന്നല്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടത് ധൂർത്തപുത്രന്മാരെയും അല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടത് ധൂർത്തപുത്രന്മാരെയാണ് എന്നും കരുതുന്ന ഒരുപാട് പേരുണ്ട്. സ്വാതന്ത്ര്യം നമുക്കങ്ങനെ ധൂർത്തടിച്ച് കളയാനുള്ളതല്ല. സ്വാതന്ത്ര്യം നമുക്ക് പന്തടിച്ച് കളയാനുള്ള ഒന്നല്ലേ അല്ല. സ്വാതന്ത്ര്യം കാത്തുപുലർത്തേണ്ടുന്ന ഒന്നാണ്. എത്രയോ പേർ, അനേകായിരങ്ങൾ, ലക്ഷക്കണക്കായ മനുഷ്യർ ചോരയൊട്ടും ചൊരിയാതെയും ചോര ചൊരിഞ്ഞും നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് 1947 ആഗസ്റ്റ് മാസം 14-ന് അർദ്ധരാത്രി നേരത്തും റൈസിനാക്കുന്നിൽ വൈസ്രോയിമാർക്ക് താമസിക്കാൻ പണി കഴിപ്പിച്ചിരുന്ന മനോഹരമായ കൊട്ടാരത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ഭവൻ്റെ മുമ്പിലുണ്ടായിരുന്ന കൊടിമരത്തിൽ നിന്നും യൂണിയൻ ജാക്ക് എന്ന ബ്രിട്ടീഷുകാരൻ്റെ പതാകയെ താഴത്തോട്ടിറക്കിയിട്ടും ഇന്ത്യയുടെ മൂവർണ്ണ കൊടിയെ ആകാശത്തെ ഉമ്മ വെക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ഒരു ജനതയെടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ടും രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞതും. നാട്ടുരാജ്യങ്ങളുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിക്കുന്നതിനായി പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് ഉത്തരവാദിത്വ ഭരണത്തിനായി സമരം സംഘടിപ്പിക്കണമെന്ന നെഹ്റുവിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ആഹ്വാനം അനുസരിച്ച് തിരുവിതാംകൂറിൽ പട്ടം താണുപിള്ളയും ചെങ്ങന്നൂർകാരനായ MR മാധവ വാര്യരും ഉൾപ്പെടെയുള്ള 11-അംഗ സമിതിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് ചെങ്ങന്നൂരിൽ ലഹള അരങ്ങേറിയത്. 1938 സെപ്റ്റംബർ 18 മുതൽ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഹ്വാനപ്രകാരം നടത്തിയ തിരുവിതാംകൂർ സ്കൂൾ സമരം ചെങ്ങന്നൂരിൽ വിജയകരമായി നടപ്പാക്കിയതോടെ പ്രക്ഷോഭകാരികൾ കൂടുതൽ ഊർജ്ജസ്വലരായി.
ചെങ്ങന്നൂർ ഇംഗ്ലീഷ് ഹൈസ്കൂളിന് മുന്നിൽ സെപ്റ്റംബർ 29-ന് സമരാനുകൂലികൾ പിക്കറ്റിംഗ് ആരംഭിച്ചു. പോലീസ് ലാത്തിചാർജിനെ തുടർന്ന് ക്ഷുഭിതരായ ജനങ്ങൾ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. തുടർന്ന് പുത്തൻകാവ് പരിസരത്ത് തമ്പടിച്ചിരുന്ന പട്ടാളം സമരത്തെ അടിച്ചമർത്തുവാൻ രംഗത്തിറങ്ങി. തുടർന്നുണ്ടായ വെടിവെപ്പിൽ കുടിലിൽ ജോർജ് എന്ന ധീര സമരസേനാനിക്ക് വെടിയേറ്റു. വെടിയേറ്റു വീണ കുടിലിൽ ജോർജിനെ പോലീസ് എടുത്തുകൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ മൃതശരീരം പോലും പിന്നീട് നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ വിട്ടു നൽകിയില്ല. വെടിവെപ്പിൽ പരിക്കേറ്റ ജോർജിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും തെളിവ് നശിപ്പിക്കുവാനായി സർക്കാർ ഭൂമിയിൽ എവിടെയോ മൃതദേഹം സംസ്കരിച്ചുവെന്നുമാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. കുടിലിൽ ജോർജ് സ്മാരക ലോഗോ പ്രകാശനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിച്ചു. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, നഗരസഭ ആക്ടിംഗ് ചെയർമാൻ മനീഷ് കീഴാമഠത്തിൽ, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. പത്തനംതിട്ട നഗരത്തെ കൂടുതൽ സജീവമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെയും പത്തനംതിട്ട നഗരസഭയുടെയും നേതൃത്വത്തിൽ നടന്നുവരുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. നവീകരിച്ച പത്തനംതിട്ട നഗരസഭ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആധുനികവൽക്കരിച്ച നഗരസഭാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭദശയിലാണ്. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചു. അബാൻ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ദ്രുതഗതിയിലാണ്. വെട്ടിപ്പുറത്ത് ഭക്ഷ്യസുരക്ഷാ ലാബിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 10 കോടി രൂപ മുതൽ മുടക്കിൽ കുമ്പഴ മുതൽ വലഞ്ചുഴി വരെയുള്ള സ്ഥലത്ത് ടൂറിസം വകുപ്പിന്റെ പ്രൊജക്ട് നിർമ്മാണം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റുന്നതിനായി നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ടയിൽ ഈ കാലഘട്ടത്തിൽ ചെയ്ത ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മൾ ജനറൽ ആശുപത്രിയിലേക്ക് നോക്കിയാൽ 46 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോകും. 46 കോടി രൂപയുടെ പുതിയ കെട്ടിടങ്ങൾ അവിടെ നിർമ്മിക്കാൻ വരുമ്പോൾ 2 മാസം നഷ്ടപ്പെടുത്തി. 2 മാസം ഇനിയിപ്പോൾ ആ കെട്ടിടം പൊളിക്കാനായിട്ട് പോവുകയാണ്. സംസ്ഥാന സർക്കാർ 2017 ജില്ലാ സ്റ്റേഡിയങ്ങൾക്ക് അനുമതി നൽകിയപ്പോൾ 50 കോടി രൂപ അനുവാദം നൽകിയതാണ് പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ. 24 മണിക്കൂറും ഇവിടെ സജീവമാകാൻ സ്റ്റേഡിയം ഉണ്ടാകണം. സ്റ്റേഡിയം വന്നാൽ കായിക താരങ്ങൾ വരും, പ്രാക്ടീസിന് വരും. നമ്മുടെ യുവാക്കൾ രാത്രിയിലും അതുവഴി പോവും, നടക്കും. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, ജിമ്മുണ്ട്, മറ്റ് ഷട്ടിൽക്കൊക്കെ കളിക്കുന്നതിന് സൗകര്യമുണ്ട്. വലിയ സ്വിമ്മിംഗ് പൂളുകളാണ് വരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയല്ല, 9 ട്രാക്കാണ് വരുന്നത്. 9ാമത്തെ ട്രാക്ക് നടക്കാനുള്ള ട്രാക്കാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മക്കളെ പോലെയുള്ള അവരെ പരിശീലിപ്പിക്കാനായിട്ട് വരും. 60 കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പത്തനംതിട്ടയിൽ ഈ വർഷം പ്രവർത്തനം ആരംഭിച്ചു. ഈ വർഷം നമുക്ക് 2021 ലബാന ഫ്ലൈ ഓവറും പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഗുണമേന്മയുള്ള മത്സ്യം ശുചിത്വമുള്ള പശ്ചാത്തലത്തിൽ ന്യായമായ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കി മത്സ്യത്തൊഴിലാളികളുടെ വരുമാനത്തിൽ വർധനവ് വരുത്തുക, പ്രദേശത്തെ മത്സ്യവിപണനം വിപുലീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് മാർക്കറ്റ് നവീകരിച്ചത്. സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മുഖേനയാണ് പ്രവർത്തികൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. 400 ചതുരശ്ര അടിയിലധികം വിസ്തൃതിയിൽ മാർക്കറ്റിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ടോയ്ലറ്റുകൾ, വാഷ് ഏരിയ തുടങ്ങിയവയും മാർക്കറ്റിലുണ്ട്. 1 കോടി രൂപ എസ്റ്റിമേറ്റ് ചെയ്ത പദ്ധതിയിൽ 10 ലക്ഷം രൂപ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഉപയോഗിക്കും. കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ മാർക്കറ്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇനിയും തുടരുമെന്നും മന്ത്രി പറഞ്ഞു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ PA ഷെയ്ഖ് പരീദ്, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗം സക്കീർ അലങ്കാരത്ത്, ജില്ലാ ആസൂത്രണ സമിതി അംഗം PK അനീഷ്, നഗരസഭാംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നോർക്ക റൂട്ട്സിന്റെ ആദ്യ റീജിയണൽ സബ് സെന്ററിന് ചെങ്ങന്നൂരിൽ തുടക്കമായി. റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ത്രിവേണി ബിൽഡിംഗ്സിന്റെ മുകൾ നിലയിലാണ് ഓഫീസിന്റെ പ്രവർത്തനം. നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ, നിയമസഭാ മുൻ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ റീജിയണൽ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വയോജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലും കാര്യമാറിയും വയോജനങ്ങളുടെ മാത്രമല്ല പ്രവാസ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടാൻ ശ്രമിക്കുന്ന സംഘടനയാണ് നോക്കിയുടെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ വിവരപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ വയോജന സ്വന്തമാക്കി നോക്കിയ ആളെന്ന തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. കരുണയുടെ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയും സഹായം ലഭിച്ചാൽ വയോജനങ്ങളുടെയും തൊഴിലുകളുടെയും പ്രവാസികളുടെയും വീടുകളുടെയും പ്രശ്നം പരിഹരിക്കാൻ പൊതുവായിട്ട്
ചെയ്യാൻ കഴിയുന്ന മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു സന്തോഷത്തോടുകൂടി എൻ്റെ പ്രധാനമന്ത്രി ഉദ്ഘാടന യോഗത്തിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായിരുന്നു. ചെങ്ങന്നൂർ നിയമസഭാ അംഗവും മന്ത്രിയുമായ സജി ചെറിയാൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോർക്ക റൂട്ട്സിന്റെ കേരളത്തിലെ ആദ്യത്തെ റീജിയണൽ സബ് സെന്റർ ചെങ്ങന്നൂരിൽ യാഥാർത്ഥ്യമാകുന്നത്. നിലവിൽ നോർക്കയുടെ പ്രധാന സേവനങ്ങൾ തിരുവനന്തപുരം, എറണാകുളം ഓഫീസുകളിൽ നിന്നുമാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോർക്കയുടെ റീജിയണൽ സബ് സെന്റർ ആരംഭിക്കുക എന്നത് മധ്യ തിരുവിതാംകൂറിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. ചെങ്ങന്നൂരിൽ പുതിയ ഓഫീസ് നിലവിൽ വന്നതോടെ നോർക്ക റൂട്ട്സിന്റെ തിരുവനന്തപുരം റീജിയണൽ സെന്ററിൽ നിന്നും ലഭ്യമായ എല്ലാ സേവനങ്ങളുടെയും വിശദാംശങ്ങൾ ഈ ഓഫീസിൽ നിന്ന് ലഭിക്കും. ആലപ്പുഴ ജില്ലക്കാർക്ക് മാത്രമല്ല, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം ജില്ലയിലുള്ള പ്രവാസികൾക്കും ഓഫീസിന്റെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ചടങ്ങിൽ നഗരസഭ ആക്ടിംഗ് ചെയർമാൻ മനീഷ് കീഴാമഠത്തിൽ, നോർക്ക റൂട്ട്സ് CEO കെ ഹരികൃഷ്ണൻ നമ്പൂതിരി, ജനറൽ മാനേജർ അജിത് കൊളാശ്ശേരി, ജനപ്രതിനിധികൾ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നിരവധി പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ 2016 ഭരണാനുമതിയായതാണ് കാവാലം തട്ടാശ്ശേരി പാലം നിർമ്മാണം. എന്നാൽ 8 വർഷങ്ങൾക്കിപ്പുറവും കടലാസിൽ തന്നെ ഒതുങ്ങുകയാണ് പദ്ധതി. നിർമ്മാണ നടപടികൾ ഇഴയുന്നതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കാവാലം പാലം സമ്പാദക സമിതിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ 18 മണിക്കൂർ രാപ്പകൽ സമരം ആരംഭിച്ചു. വർഷങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ നടപടികൾ ഇഴയുന്നതിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ വീണ്ടും കാവാലം തട്ടാശ്ശേരി പാലത്തിനായി സമരം ആരംഭിച്ചത്. കാവാലം പാലം സമ്പാദക സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച 18 മണിക്കൂർ രാപ്പകൽ സമരം ശനിയാഴ്ച വൈകിട്ട് 4-ന് ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെ 10 വരെയാണ് സമരം. സമരത്തിന് മുന്നോടിയായി ഉച്ചയ്ക്ക് 2-ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും റാലി കാവാലം സൺ സ്കൂളിൽ നിന്ന് ആരംഭിച്ചു. തുടർന്ന് പരിശീലനം ലഭിച്ച വിദ്യാർത്ഥിനികളായ എയ്ലീൻ അജീഷ്, സുസൈൻ അജീഷ് എന്നീ സഹോദരിമാർ നദിയിലൂടെ മറുകരയിലേക്ക് നീന്തി പ്രതിഷേധിച്ചു. എൻ്റെ പേര് എയ്ലീൻ അജീഷ്. ഞാൻ സൺസ്കൂൾ കാവാലത്തിലാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾക്ക് എപ്പോഴും ചെക്കാല കയറി പോകാൻ പറ്റില്ല. എല്ലാ ദിവസവും നീന്താണ്ട. കാരണം ഇവിടെ തട്ടാശ്ശേരിയിലൊരു പാലം വേണം. ഞങ്ങൾ വീട്ടിൽ കയറുന്നതും തിരിച്ചു വരുന്നതൊക്കെ ലൈറ്റായിട്ട് വരുന്നത്. അതിന് ഞങ്ങൾക്ക് സിമ്പിളായിട്ട് പോകാൻ വേണ്ടി പാലം വേണം. കാവാലം സെന്റ് തെരേസാസ് പള്ളി വികാരി ഫാദർ ജോസഫ് പുതുവീട്ടിലാണ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തത്. സ്ഥലങ്ങളുമൊക്കെ കൊടുത്ത്, സ്വന്തം സ്ഥലങ്ങളുമൊക്കെ വിട്ടുകൊടുത്ത് വഴി ഇവിടെ വന്നത് അതിൻ്റെ ഒരു പേരിലാണ്. കാരണം നമുക്ക് യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാവാൻ, നാടിന് വികസനം ഉണ്ടാവാൻ. അന്നിപ്പോൾ പറയുന്ന ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് ഇപ്പം അവിടെ നമ്മുടെ പഴയ മെഡിക്കൽ കോളേജാണ്. പക്ഷേ ഈ യാത്രാ സൗകര്യം, രോഗികൾക്ക് യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുവാനുള്ള ഒരു സൗകര്യം പലപ്പോഴും ദൂരം യാത്ര, ചങ്ങനാശ്ശേരി വഴി കോട്ടയത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇക്കരയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കിടങ്ങറ വഴി കറങ്ങിയൊക്കെ പോകുമ്പോഴുള്ള യാത്രാ ബുദ്ധിമുട്ടുകൾ പല മരണങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇത് നാടിന്റെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അത് മാറണം. ഞാൻ ശരിക്കും മുന്നോട്ട് പറഞ്ഞതാണ്, ഇത് കക്ഷി രാഷ്ട്രീയ മത സമൂഹങ്ങൾക്ക് അതീതമായിട്ട് നാട്ടുകാരുടെ ഒന്നിച്ചുള്ള ഒരു സമരമാവണം. പാലം സമ്പാദക സമിതി കോർഡിനേറ്റർ ജോസഫ് മൂലയിൽ അധ്യക്ഷനായി. സമിതി ജനറൽ കൺവീനർ ജി ഹരികൃഷ്ണൻ, AKDS പ്രസിഡന്റ് അനിൽകുമാർ, ജനകീയ പ്രതിരോധ സമിതി ഭാരവാഹി PR സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. മത സാമുദായിക സംഘടനാ നേതാക്കൾ, സാംസ്കാരിക സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ധർണാ സമരത്തിന് ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിലെത്തി. ആർട്ടിസ്റ്റ് സന്തോഷ് കാവാലത്തിന്റെ നേതൃത്വത്തിൽ വലിയ ക്യാൻവാസിൽ ചിത്രങ്ങൾ വരച്ചും വിവിധ സംഘടനകളുടെയും കലാകാരന്മാരുടെയും അയൽക്കൂട്ടങ്ങളുടെയും നേതൃത്വത്തിൽ സമരപ്പന്തലിൽ കലാപരിപാടികൾ നടത്തിയും പാലത്തിനായി ജനങ്ങളുടെ ഒപ്പുകൾ ശേഖരിച്ചുമാണ് രാപ്പകൽ സമരം നടക്കുന്നത്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. കൈനഗിരി ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുജലാശയങ്ങൾ ശുചിയാക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമായി 9-11 വാർഡുകൾ ഉൾപ്പെടുന്ന സൊസൈറ്റി തോടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തും 72 പഞ്ചായത്തുകളും 12 ബ്ലോക്കുകളും സംയോജിച്ചുകൊണ്ട്
അതിതീവ്ര പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും പ്രയാസകരം ഇത്. കാരണം മാലിന്യമുക്തമാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തോടുകളും ആറുകളും പുഴകളും എല്ലാം ഉള്ള ഒരു ജില്ല ആയതുകൊണ്ട് നമുക്കത് കുറച്ച് പ്രയാസകരമാണ്. എങ്കിലും എന്ത് ശ്രമം നടത്തിയായാലും നമ്മുടെ ജില്ലയെ മാലിന്യ വിമുക്തമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും മുൻപോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കൈനഗിരി പഞ്ചായത്തിലെ ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് 9-11 വാർഡുകളെ യോജിപ്പിക്കുന്ന ഈ തോട് വൃത്തിയാക്കാൻ ഉള്ള ആരംഭത്തിലേക്ക് നമ്മൾ വരികയാണ്. മാർച്ചിന് മുൻപ്, ഫെബ്രുവരി 15-നകം സ്വാഭാവികമായിട്ടും മാലിന്യ സംസ്കരണ ജില്ല, പൂർണ്ണമായിട്ടും മാലിന്യം സംസ്കരിക്കുന്ന ജില്ലയായിട്ട് മാറ്റേണ്ടതുണ്ട്. മാലിന്യം വലിച്ചെറിയ വിമുക്ത ജില്ലയാക്കി മാറ്റേണ്ടതുണ്ട്. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഗിരിജ കുഞ്ഞുമോൻ, CR പ്രതാപൻ, മിനി അനിൽകുമാർ, ജാൻസി എന്നിവർ സംസാരിച്ചു. GPM പാലത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച് 1.5 കിലോമീറ്റർ നീളത്തിൽ തോട് ശുചീകരിക്കും. ജനകീയ പങ്കാളിത്തത്തോടെ മുമ്പ് ഈ തോട് ശുചീകരിച്ചിരുന്നുവെങ്കിലും വീണ്ടും പോള കയറി നിറയുകയായിരുന്നു. ഈ സ്ഥിതി ഉണ്ടാവാതിരിക്കാൻ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞ് അയൽക്കൂട്ടങ്ങളെ പരിപാലനത്തിന്റെ ചുമതല ഏൽപ്പിക്കാനാണ് തീരുമാനം. ഏറെ ഗതാഗത പ്രാധാന്യമുള്ളതാണ് കൈനഗിരി സൊസൈറ്റി തോട്. ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം കുട്ടനാട് ഉപകേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പുളിങ്ങുന്ന് പ്രാദേശിക വികസന കേന്ദ്രത്തിന്റെ 20ാമത് വാർഷികവും പ്രവർത്തക സംഗമവും നടത്തി. ചതുർത്ഥ്യാഗിരി വിനോബ നഗറിൽ സബ് സെന്റർ ചെയർമാൻ KG മോഹനൻ പിള്ളയുടെ അധ്യക്ഷതയിലായിരുന്നു പരിപാടികൾ. സമ്മേളനം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് രവി പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ലോകം മുഴുവൻ ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നിങ്ങൾക്കറിയാമല്ലോ, മഹാത്മാഗാന്ധി ഈ പഞ്ചായത്ത് മെമ്പർ പോലും ആയിരുന്നില്ല. പക്ഷേ യാതൊരു അധികാരവുമില്ലാഞ്ഞിട്ട് പോലും ഈ ഭൂതലത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഇടം നേടിയത് അദ്ദേഹം നിശബ്ദരാക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുവാനും ജനങ്ങളുടെ കഷ്ടപ്പെടുന്നവരുടെ ദുഃഖങ്ങൾ ഒഴിവാക്കുന്നവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് അവരെ സഹായിക്കുന്നതിന്, അവരെ സ്വയം പര്യാപ്തയിൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമമാണ് എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. യോഗത്തിൽ സംഘടനാ ട്രഷറർ PS ശശി മുഖ്യപ്രഭാഷണം നടത്തി. LDC സെക്രട്ടറി ലിസി സജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. സബ് സെന്റർ സെക്രട്ടറി ബിഷ സാബു, LDC പ്രസിഡന്റ് വത്സമ എബ്രഹാം, ട്രഷറർ ശ്യാമ കലാധർ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം പെൺജീവിതം തലമുറകളിലൂടെ എന്ന വിഷയത്തിൽ മോചിത ചെയർപേഴ്സൺ S ഉഷ ക്ലാസ് നയിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാവാലം രംഭാമ്മ അനുസ്മരണവും ദേശസേവിനി ഗ്രന്ഥശാലയെ ആദരിക്കലും ഫെബ്രുവരി 4-ന് നടക്കും. വൈകിട്ട് 3-ന് കാവാലം തട്ടാശ്ശേരിയിലാണ് പരിപാടി. പരിപാടിയുടെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ സുരേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KC രമേശ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് S ജതീന്ദ്രൻ, ഏരിയ സെക്രട്ടറി V വിത്തവാൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്യാംകുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ രമേശ്, ഷാജി ചേരമൻ, OG ഷാജി, VK വേണുഗോപാൽ, സുരേഷ് താമരച്ചാലിൽ എന്നിവർ സംസാരിച്ചു. നാടൻപാട്ട് രംഗത്തെ മികച്ച പ്രതിഭയ്ക്ക് ഈ വർഷം മുതൽ കാവാലം രംഭാമ്മയുടെ പേരിൽ പുരസ്കാരം നൽകുവാൻ തീരുമാനിച്ചു. MK ശിവപ്രസാദ് ചെയർമാനും CV സുരേഷ് കൺവീനറുമായ 51-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പഠിക്കുവാനും പഠന വിഷയമാക്കുവാനുള്ള പുസ്തകങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വായനശാലകളുടെ തിണ്ണകളിൽ കൂടിയിരുന്നു കൊണ്ട് ചർച്ചകൾ ചെയ്തുകൊണ്ട് ലോകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇന്ന് അതിന് പകരം വലിയ മത്സര പരീക്ഷയായി PSCകൾ മാറുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള ഒരു പുസ്തകമായി പുസ്തക രൂപത്തിൽ നമുക്ക് അറിവ് പകർന്നു തന്ന ഗ്രന്ഥശാലകൾ ഇന്ന് അന്യവൽക്കരിക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ചില വായനശാലകളാണെങ്കിൽ ഗ്രാൻഡ് മേടിക്കും മറ്റു കാര്യങ്ങളും, പക്ഷേ പ്രവർത്തനം സജ്ജമല്ല. അവിടേക്ക് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകരടക്കം ചെന്നുകൊണ്ട് ആ വായനശാലകളെ കൂടി രംഗത്തിറക്കിക്കൊണ്ട് സമൂഹത്തിൽ ആകെ തന്നെ ഒരു മാറ്റം വരുത്തുവാൻ, ഇരുട്ട് മാറ്റുവാൻ, ഗ്രാമത്തിൻ്റെ ഇരുട്ട് മാറ്റുവാൻ കഴിയുന്ന തരത്തിലേക്ക് വരണം. ഡ്രൈവേഴ്സ് ദിനത്തോടനുബന്ധിച്ച് KSRTC റാന്നി ഡിപ്പോയിൽ ഏർപ്പെടുത്തിയ മികച്ച ഡ്രൈവർക്കുള്ള പുരസ്കാരം നെടുമുടി സ്വദേശി നിജോ K ജെയിംസിന്. 2022-23 വർഷത്തെ മികച്ച ഡ്രൈവിംഗ്, മികച്ച കളക്ഷൻ
മികച്ച മൈലേജ് എന്നിവ അടിസ്ഥാനമാക്കിയാണ് അവാർഡ് സമ്മാനിച്ചത്. ചങ്ങനാശ്ശേരി റാന്നി റൂട്ടിലെ KSRTC ഡ്രൈവറാണ് നെടുമുടി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് കാളുതറ വീട്ടിൽ നിജോ കെ ജെയിംസ്. ചമ്പക്കുളം ബിഷപ്പ് കുര്യാളശ്ശേരി പബ്ലിക് സ്കൂളിൽ 8 വർഷം ഡ്രൈവറായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് നിജോ KSRTCയിൽ ജോലിക്കെത്തുന്നത്. ആറ്റിങ്ങൽ, ചങ്ങനാശ്ശേരി എന്നീ ഡിപ്പോകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. റാന്നി ഡിപ്പോ ഏർപ്പെടുത്തിയ അവാർഡാണ് നിജോ കെ ജെയിംസിനെ തേടിയെത്തിയത്. സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നെടുമുടിയിൽ കഴിഞ്ഞ ദിവസം നിജോയ്ക്ക് അനുമോദനം നൽകി. വാർഡ് മെമ്പർ മധുസൂദനൻ, നെടുമുടി വില്ലേജ് ഓഫീസർ ജോമോൻ എന്നിവർ ചേർന്ന് നിജോ കെ ജെയിംസിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മദ്യപാനമില്ലാതെ, പുകവലിയില്ലാതെ, അതുപോലെ തന്നെ ആ ഡ്രൈവിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും. കാര്യം ഇപ്പോഴത്തെ കാലത്ത് നമ്മളുടെ പ്രത്യേകിച്ച് ഈ കാലയളവിൽ ശബരിമല, റാന്നിയിൽ നിന്നൊക്കെ പറഞ്ഞാൽ ശബരിമല മേഖലയിലൂടെ യാത്ര എത്രയോ അയ്യപ്പ ഭക്തന്മാരെയൊക്കെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും തിരക്കുള്ള ഒരു മേഖലയിൽ ജോലി ചെയ്ത് ഇങ്ങനെ ഒരു അവാർഡ് നേടിയ നിജോയെ നിങ്ങൾക്ക് ഈ 7-ാം വാർഡിലെ അതുപോലെ തന്നെ നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഏറ്റവും മികച്ച ഡ്രൈവർ എന്ന് പറയുമ്പോൾ കുറേയധികം ക്വാളിറ്റീസ്, കുറേയധികം ഗുണങ്ങൾ വേണം. ഈ മധുചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മദ്യപാനമില്ല, പുകവലിയില്ല, അതുപോലെ തന്നെ കൃത്യമായി അറ്റൻഡ് ചെയ്യുക, ജോലിക്ക് കൃത്യമായി വരിക, ആബ്സെന്റ് ഇല്ലാതിരിക്കുക, എല്ലാ ദിവസവും കൃത്യമായി ജോലിക്ക് പോവുക, അതുപോലെ തന്നെ ബസ്സിന്റെ മൈലേജും കാര്യങ്ങളുമൊക്കെ കൂടുതൽ ദൂരം ഓടിക്കാൻ കഴിയുക, അതുപോലെ തന്നെ അപകടരഹിതമായ ഡ്രൈവിംഗ്. ഈ കാര്യങ്ങളെ ഒരു വർഷത്തെ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തിയിട്ടാണ് ഒരു അവാർഡ് നിജോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. നമ്മളെപ്പോഴും വാഹന ഓടിക്കുന്ന മേഖലകളിലാണെങ്കിൽ, കാറാണെങ്കിലും ബസ്സാണെങ്കിലും അല്ലെ പ്രൈവറ്റ് ബസ്സാണെങ്കിലും മറ്റെല്ലാ മേഖലകളിലും ധാരാളം അപകടങ്ങൾ കടന്നുകൂടുന്നുണ്ട്. അലക്ഷ്യമായ ഡ്രൈവിംഗ് മൂലം ചിലപ്പോൾ ഒരു കുടുംബം തന്നെ അനാഥമാകുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ബസ്സിൽ KSRTC ബസ് തന്നെയാണെങ്കിലും ഓടിച്ചിട്ട് തെറ്റി ഓടിച്ച് ആളുകൾ അപകടത്തിൽപ്പെട്ടെന്നൊക്കെ ഉള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വർഷം അപകടരഹിതമായി ഡ്രൈവിംഗ് നടത്തിയതിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു വർഷ കാലയളവിൽ ഒരു ആബ്സെന്റ് പോലും വരുത്താതെ എല്ലാ ദിവസവും കൃത്യമായി ഡ്യൂട്ടി ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട്, കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയത്. നെടുമുടി അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ സജി, ഗോപകുമാർ, നിജോയുടെ സുഹൃത്തുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വർഷത്തെ മികച്ച ഡ്രൈവിംഗ്, മികച്ച കളക്ഷൻ, മികച്ച മൈലേജ് എന്നിവ അടിസ്ഥാനമാക്കിയാണ് പുരസ്കാരം നൽകിയത്. നിലവിൽ ചങ്ങനാശ്ശേരി ഡ്രൈവേഴ്സ് യൂണിയൻ വൈസ് പ്രസിഡന്റാണ് നിജോ. ഭാര്യ പ്രിൻസി ഹോളി ഫാമിലി LP സ്കൂളിലെ അധ്യാപികയാണ്. ഈവ, എഡ്ന, എൽമ എന്നിവരാണ് മക്കൾ. കാവ്യകല കവിതാസ്വാദക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പുന്നപ്പറയിൽ കവി സംഗമം സംഘടിപ്പിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളും ഇതോടൊപ്പം നടത്തി. പുന്നപ്പറ ശാന്തിഭവനിൽ കാവ്യകലാ കവിതാസ്വാദക സമിതി പ്രസിഡന്റ് കൈനഗിരി അപ്പച്ചൻ പതാക ഉയർത്തിയതോടെയാണ് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് ചേർന്ന കവി സംഗമം കവിയും അധ്യാപകനുമായ ഫിലിപ്പോസ് തത്തമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മരണത്തേക്കാൾ ഭയാനകം. 100 വർഷങ്ങൾക്ക് മുമ്പ് മലയാളക്കരയിൽ അലയടിച്ച ശബ്ദമാണ്. സ്നേഹഗായകനായ ആശയഗംഭീരനായ കുമാരനാശാൻ്റെ വരികളാണ്. ഭാരതം സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം പോരാടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ വൈദേശികർക്കെതിരെ സ്വന്തം രക്തം പോലും നൽകി, ജീവൻ പോലും നൽകി അനേകായിരങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ സ്വാതന്ത്ര്യത്തിൻ്റെ തീച്ചുളയിലേക്ക് എടുത്തു ചാടുവാൻ പ്രേരിപ്പിച്ച ഒരു മഹത് വാക്യമാണ് ഞാൻ പറഞ്ഞത്. ചടങ്ങിൽ ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിനെ കവി വയലാർ ഗോപാലകൃഷ്ണൻ പൊന്നാട അണിയിച്ചും മൊമ്മന്റോ നൽകിയും ആദരിച്ചു. മാധ്യമപ്രവർത്തകൻ B. ജോസുകുട്ടി, അഡ്വക്കേറ്റ് നാസർ പൈങ്ങാമഠം, ജോപ്പൻ വെള്ളൂർ, അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല, ബേബി പാറക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കവിയരങ്ങിൽ 10-ലധികം കവികൾ പങ്കെടുത്തു. അശോകസ്തംഭം ദേശീയ ചിഹ്നമായി അംഗീകരിച്ചതിന്റെ 68-ാം വാർഷികവും റിപ്പബ്ലിക് ദിന പ്ലാറ്റിനം ജൂബിലി ആഘോഷവും മുട്ടാർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സത്യമേവ ജയതേ 2024 എന്ന പേരിലായിരുന്നു പരിപാടി. ഐക്യരാഷ്ട്രസഭ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അംബാസിഡർ ഡോക്ടർ ജോൺസൺ V. ഇടിക്കുള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് സീനിയ മോൾ മാത്യു അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
സീനിയർ അസിസ്റ്റന്റ് അനിൽ ജോർജ്, ബിൽബി മാത്യു കണ്ടത്തിൽ, റോയ് ജോസഫ്, അമൽ ജോസഫ്, ജിജി വർഗീസ്, സിസ്റ്റർ ജോസ്മി, അഞ്ജു മാത്യു, ത്രേസ്യാമ്മ ദേവസ്യ എന്നിവർ സംസാരിച്ചു. പമ്പയാറിൽ എടത്തുവായ്ക്കും ചമ്പക്കുളത്തിനും മധ്യേ വെളുത്തേടത്ത് ജെട്ടിക്ക് സമീപം വെള്ളിയാഴ്ച വൈകിട്ട് നീന്തുന്നതിനിടെ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു. പാലക്കാട് ഒറ്റപ്പാലം വിളയൂർ മഞ്ചേരിത്തൊടിയിൽ കൃഷ്ണൻകുട്ടിയുടെ മകൻ 40 വയസ്സുള്ള പ്രകാശാണ് മരിച്ചത്. ആലപ്പുഴ തകഴി അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എസ് സുരേഷിന്റെ നേതൃത്വത്തിലെത്തിയ സ്കൂബ ടീം നദിയിൽ തെരച്ചിൽ നടത്തിയാണ് മൃതദേഹം കണ്ടെടുത്തത്. സ്കൂബ ഡൈവർമാരായ KR അനീഷ്, U സുമേഷ് എന്നിവരാണ് തെരച്ചിൽ നടത്തിയത്. എടത്വ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5755 രൂപ, പവന് 46,040 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.